കോതമംഗലം കലയുടെ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് കലാവിരുന്നും കലാമത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് സംഘടനയുടെ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി അവതരിപ്പിക്കും. കലയുടെ ചാർട്ടർ മെമ്പർമാർ, വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ ദമ്പതിമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കോതമംഗലം കലയുടെ സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് കലാവിരുന്നും കലാമത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് കലാ പ്രസിഡന്റ് MS എൽദോസ്, മറ്റ് ഭാരവാഹികൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 9 വൈകിട്ട് 5-നാണ് പരിപാടി. കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിനിമാറ്റിക് ഡാൻസ് മത്സരം ഉണ്ടായിരിക്കും. 20,000, 15,000, 10,000 എന്നിങ്ങനെയാണ് വിജയികൾക്കുള്ള സമ്മാനത്തുകകൾ. 70 കാലഘട്ടത്തിലെ സിനിമകളിലെ ഡ്യുവറ്റ് ഗാനാലാപന മത്സരവും ഉണ്ടാകും. സിനിമയിലെ അതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. വിജയികൾക്ക് 5,000, 3,000, 2,000 എന്നിങ്ങനെയാണ് സമ്മാനത്തുകകൾ. കലയുടെ ജീവിച്ചിരിക്കുന്ന ചാർട്ടർ മെമ്പർമാർ, വിവാഹ ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ കലാദമ്പതിമാർ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. നടൻ വിനോദ് കോവൂരിന്റെ സ്റ്റേജ് ഷോയും പരിപാടിയുടെ ഭാഗമായി ഉണ്ടാകും. ലാസലഹരിക്കെതിരെ കോട്ടയോട്ട മത്സരവും സംഘടിപ്പിക്കുമെന്ന് കലാഭാരവാഹികൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു സമാപനം എന്ന നിലയിൽ, ഏറെക്കുറെ ഒരു സമാപനം എന്ന നിലയിൽ നമ്മൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഒരു കൺക്ലൂഷൻ സെഷൻ എന്ന നിലയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 5 മണിക്കാണ് പരിപാടികൾ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ നമ്മളൊന്ന് ഒരു സിനിമാറ്റിക് ഡാൻസ് നടത്താനുള്ള, കോളേജ് വിദ്യാർത്ഥികൾക്ക് സിനിമാറ്റിക് ഡാൻസ് നടത്താനുള്ള അവസരമാണ്. അത് പ്രൈസ് മണിയോടുകൂടിയാണ്. അതായത് ഫസ്റ്റ് പ്രൈസ് 20,000, സെക്കൻഡ് പ്രൈസ് 15, തേർഡ് പ്രൈസ് 10,000. രണ്ടാമത് നമ്മളൊരു കോമ്പറ്റീഷൻ വെച്ചിട്ടുള്ളത്, സുവർണ ജൂബിലി ആയതുകൊണ്ട് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡുവറ്റ് സോങ്, നമ്മുടെ 70കളിലെ സിനിമ ഡുവറ്റ് സോങ്, അതായത് 1970, 79 കാലയളവിൽ ഇറങ്ങിയ സിനിമകളുടെ അതേ കോസ്റ്റ്യൂമിൽ അതിനും നമ്മൾ പ്രൈസ് മണി വെച്ചിട്ടുണ്ട്. കലാ സെക്രട്ടറി എൽദോ വർഗീസ്, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ MK കുര്യാക്കോസ്, ജോയിന്റ് സെക്രട്ടറി PP മാത്യു, ബേസിൽ കൊറ്റാഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.